ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. വ്ളോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് കണ്ടുകൊണ്ടല്ലോ. ഇപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതാണ്. എത്രയും എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യണം. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജ് നമ്മൾ ശരിക്കും ഒരുപാട് നേരം ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് വെക്കരുതെന്നാണ് പറയുന്നത്. കറണ്ട് ഇട്ടുണ്ട്, കാരണം ഒരുപാട് കറണ്ട് ചാർജും ആവും. പിന്നെ അതിന് തണുപ്പ് പോയിക്കൊണ്ടിരിക്കുമല്ലേ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യം തന്നെ അതിനകത്ത് സാധനങ്ങളെല്ലാം ഇറക്കുക എന്നുള്ളതാണ് മെയിൻ. ഒരുപാട് സാധനങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കില്ല, കാരണം തലേദിവസത്തെ കറികൾ എല്ലാം എടുത്ത് വയ്ക്കും. നമ്മൾ പിറ്റേ ദിവസം കൂട്ടുമെന്ന് ഓർത്ത്, പക്ഷെ നമ്മൾ എടുക്കത്തില്ല. അത് അവിടെ ഇരിക്കും, ഒരാഴ്ചയോളം അവിടെ ഇരിക്കും. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ആയിരിക്കും ഇതെല്ലാം എടുത്തു മാറ്റുന്നത്. അപ്പോൾ ഇതിനുള്ള ലിക്വിഡാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ. അതായത് കുറച്ച് വിനാഗിരി, അത് 2 സ്പൂൺ ഞാനിട്ട്, 2 സ്പൂൺ വിനാഗിരിക്കകത്തോട്ട് നമ്മുടെ ലിക്വിഡ് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കലക്കുക. അതാകുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മുടെ ലിക്വിഡിൻ്റെ ഇതൊന്നും വരത്തില്ല. വിനെഗർ ആയതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. നമ്മുടെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോയിക്കോളും കേട്ടോ. അപ്പം ഒരുപാടൊന്നും അഴുക്കായിട്ടില്ലായിരുന്നു ഫ്രിഡ്ജ്. ഏകദേശം 1 മാസമായെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വൃത്തിയാക്കിയിട്ട്. അപ്പം ഞാൻ ആദ്യം മേള് മുതലേ അങ്ങ് തൂത്ത് നല്ല വൃത്തിയാക്കാൻ തുടങ്ങി. ഏകദേശം ഈ സൈഡുകളിലൊക്കെ കുറച്ച് അഴുക്കൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. ആ അഴുക്കൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റി കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് അഴുക്ക് ഫ്രിഡ്ജ് ആയെങ്കിൽ നമ്മൾ ആദ്യമേ ആ ഒരു ഉണങ്ങിയ തുണി വെച്ച് പൊടിയെല്ലാം തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ലിക്വിഡിൽ മുക്കി തുടയ്ക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ. എൻ്റെ ഫ്രിഡ്ജ് ഒരുപാട് അഴുക്കായില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ വെള്ളം മുക്കി അങ്ങ് തുടയ്ക്കുന്നത്. പിന്നുണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കരുത്. ഒന്നെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ച് തുടയ്ക്കാം, അല്ലെങ്കിൽ തുണിയെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്ക്രബ്ബറൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് അവിടെയൊക്കെ പോറലൊക്കെ സംഭവിക്കാം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ സൈഡുകളിലൊക്കെ ഉണ്ടോ സാധനങ്ങളെല്ലാം ഇതുപോലെ എടുത്ത് മാറ്റണം കേട്ടോ. അതും എടുത്ത് മാറ്റിയിട്ട് തിരിച്ച് വെക്കുമ്പോൾ കുറച്ച് പാട് കാണും. അപ്പം അത് നമ്മുടെ മനസ്സിൽ കാണണം കേട്ടോ, അതെങ്ങനെയായിരിക്കും വെക്കുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അബദ്ധങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം തിരിച്ചാണോ മറിച്ചാണോ ഒന്ന് വെക്കുന്നത് എനിക്ക് ഡൗട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ വെള്ളം ഒഴിച്ച് ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജ് കഴുകാൻ പാടില്ല കേട്ടോ. കാരണം വെച്ചാൽ അത് കംപ്ലൈൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വെള്ളം മുക്കി നമ്മൾ ലിക്വിഡ് മുക്കി മാത്രം തുടയ്ക്കുക, അല്ലാതെ വെള്ളം ഒരുപാട് ഒഴിച്ച് കഴുകുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നുണ്ടല്ലോ, നമ്മുടെ ഡോറിൻ്റെ അവിടെ ആ റബ്ബർ പോലത്തെ ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ചിലരുടെയൊക്കെ കരിമൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രിഡ്ജിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരുപാട് പഴക്കമുള്ളതല്ല, 1 വർഷം 1-2 വർഷം ആയിട്ടുള്ളൂ മേടിച്ചിട്ട്. അതുകൊണ്ട് അങ്ങനെ അവിടെ കരിമൻ പോലെ അടിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ലിക്വിഡുണ്ട്. അതായത് നമ്മൾ കുറച്ച് വിനെഗറും ബേക്കിംഗ് സോഡയും കുറച്ച് നമ്മുടെ ലിക്വിഡ്, നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡില്ല, അതുകൊണ്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാത്തൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് സൈഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യുമെങ്കിൽ കരിമൺ മൊത്തം പോകുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഈ ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കണേ. കാരണം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ആ സംഭവം ഇല്ലാത്തതുകൊണ്ടാണ്, അതായത് കരിമണൊന്നും അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അങ്ങനെ ദേ ഫ്രിഡ്ജ് ഏകദേശം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്, നല്ല പുതിയ ഫ്രിഡ്ജ് പോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് അധികം പഴക്കം ചെന്നിട്ടില്ലാത്തതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം 10 വർഷം കഴിഞ്ഞാലും ഇതുപോലെ നല്ലതായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്താൽ മതിയേ. പിന്നെ അതിനകത്ത് എടുത്ത ഗ്ലാസ്സുകളും
അതിനകത്തെ പാത്രങ്ങളും എല്ലാം ഇതുപോലെ തന്നെ ഈ ലിക്വിഡിൽ തന്നെയാണ് ഞാൻ തേച്ച് കഴുകിയത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് വിമ്മിട്ട് കഴുകുകയും ചെയ്യാം കേട്ടോ. കഴുകിയിട്ട് നന്നായിട്ട് പതപ്പിച്ച് കഴുകി നല്ല ക്ലീനാക്കി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ എടുത്ത് വയ്ക്കാം. തട്ടുകളിലൊക്കെ ചിലപ്പം നമ്മുടെ ഫുഡിൻ്റെ എന്തെങ്കിലും അതായത് പാലൊക്കെ വീണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ലിക്വിഡ് ഇട്ട് നന്നായിട്ട് ഒഴിച്ച് കഴിയാൻ അത് പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്ന ഗ്ലാസ്സുകളിലൊക്കെ നമുക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് കഴുകാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അതേസമയം ഫ്രിഡ്ജിനകത്ത് നമ്മൾ സോപ്പ് അധികം ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിനകത്ത് അത് കളയത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ വിനെഗറിനകത്ത് ഒറ്റ ഡ്രോപ്സ് ഇട്ടേ ഇത് ക്ലീൻ ചെയ്യാവുള്ളൂ. അത് കുറച്ചുകൂടി വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് തട്ടുകളെല്ലാം ചില്ല ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇത് മേടിക്കാൻ കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും നമ്മൾ ഇത് കൈകാര്യം ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ സോപ്പൊക്കെ ഇട്ട് നല്ലൊരു പതപ്പിച്ചല്ലേ തേക്കുന്നത്. അപ്പോൾ കയ്യിൽ നിന്ന് തെന്നി വീഴാതെയൊക്കെ നോക്കണം. ഞാൻ അങ്ങോട്ട് വെച്ച വഴിയൊക്കെ തെന്നി പോകാൻ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടിക്കറി പിടിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഇപ്പോൾ പൊട്ടിയിരുന്നെങ്കിൽ വീഡിയോയും തീർന്നേനെ, ഗ്ലാസ്സും തീർന്നേനെ, ഫ്രിഡ്ജിനകത്ത് ഒരു തട്ടും പോയേനെ എന്ന് ഞാനിങ്ങനെ ഓർത്തു. അങ്ങനെ അതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എല്ലാം നന്നായിട്ട് കഴുകി തോർത്തി നമ്മൾ ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് വെച്ചതിന് ശേഷം നമ്മൾ സംഭവങ്ങളെല്ലാം എടുത്ത് വെക്കണം കേട്ടോ. വളരെ ശ്രദ്ധാപൂർവം വേണം വെക്കാൻ. കാരണം ആ തട്ടിൽ നമ്മൾ ചിലപ്പം വെക്കുന്ന രീതി ശരിയാവണമെന്നില്ല, ചിലപ്പം തലതിരിഞ്ഞൊക്കെ പോകും. ഞാൻ ഒരുപാട് സമയം എടുത്താണ് ഞാനിത് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഓർത്ത് അച്ഛനെ വിളിക്കണോ ഭവ്യനെ വിളിക്കണോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ഞാൻ തന്നെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി കേട്ടോ. അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അധികം കഷ്ടപ്പാടൊന്നുമില്ല എന്നെ സംബന്ധിച്ച കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം ഈ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം നമ്മൾ സാധനങ്ങളെല്ലാം പുറത്തെടുത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. നമ്മൾ ഒരു മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫ്രീസറിലുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. പിന്നെ അത്യാവശ്യം പച്ചക്കറി ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് റീഫിൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. താങ്ക്